വെൽക്കം ടു മൈ ചാനൽ ജിനു റാസിക്. എല്ലാ സഹോദരന്മാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളൊരു വെറൈറ്റി വീഡിയോയിലേക്കാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ എടുത്തേക്കും പിന്നെ കാണത്തില്ല. അതിനു വേണ്ടി നമുക്ക് ഒരു പെൻ ബോക്സ് ഉണ്ടാക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമുക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വരുന്ന വീഡിയോ ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നിൽക്കി ആൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. നമ്മൾക്കതിന് ആവശ്യമുള്ളത് ഒരു കത്രികയാണ്, പിന്നീട് ഒരു ഫെവിഗോളും, പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് ഒരു കളർ പേപ്പറാണ്. ഞാനിപ്പോൾ ഇവിടെ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ A4ഉം എല്ലാം കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇത് ആവശ്യം 4 ഭാഗം ഒരേ രീതിയിൽ ആക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് ഇങ്ങനെ മടക്കാം. എന്നിട്ട് ഇവിടെ ഈ ഭാഗം കട്ട് ചെയ്യുക എന്നതാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് നടു മടക്കണം. ഇങ്ങനെ മടക്കുക, ഒരു പോലെ മടക്കണം കേട്ടോ. മടക്കിയതിന് ശേഷം ഒരു വരയിടുക. വരയിടുക എന്ന് പറഞ്ഞാൽ മടക്കിയതിന് ശേഷം കാണിച്ചു തരാം. മടക്കുക, എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് അമർത്തി ഇങ്ങനെ വെക്കുക. നേരത്തെ വരയിടുക എന്ന് പറഞ്ഞത് ഒരു വര കണ്ടോ, അത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. നല്ലവണ്ണം ആക്കുക, അമർത്തുക. അമർത്തിയതിനു ശേഷം ഇവിടുന്ന് ഈ അറ്റം ഈ സെൻറ്ററിലെ ലൈനിലെയോ അതിലേക്ക് മടക്കുക. കറക്റ്റ് ആ വരയിലേക്ക് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഇവിടെയും അതുപോലെ ആക്കുക. എന്നിട്ട് ഈ ഭാഗവും അതുപോലെ ആ വരയിലേക്ക്, സെൻറ്ററിലെ വരയിലേക്ക് തട്ടിക്കുക. എന്നിട്ട് ഇങ്ങനെ അമർത്തുക. അങ്ങനെ ഇനി നമ്മൾക്ക് ഓപ്പോസിറ്റ് ഭാഗവും അതുപോലെ, ഞാൻ കട്ട് ചെയ്യാതെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ആക്കുക. അതുപോലെ നേരത്തെ ചെയ്തതുപോലെ ഇവിടെയും ചെയ്താൽ മതി. ഇവിടെയും നമുക്ക് ചെയ്യാം. അങ്ങനെ ഗൈസ്, നമ്മൾക്ക് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുക. ഇങ്ങനെ ഒരു വരാം. നമ്മൾ ഇങ്ങോട്ടും മടക്കി ഇവിടെ ഒരു കള്ളിപ്പെട്ടി കാണാം, കള്ളിപ്പെട്ടി മോഡൽ. എന്നിട്ട് ഈ ഭാഗം ഈ വരയിലേക്ക് തട്ടിക്കുക. അങ്ങനെ നമ്മൾക്ക് 4 ഭാഗവും ചെയ്യാം. ഞാനിപ്പോൾ 4 ഭാഗവും മടക്കി എടുത്തിട്ടുണ്ട്, കാണാൻ കഴിയും. എന്നിട്ട് എന്ന് ചെയ്യുക വിചാരിച്ചാൽ, നമ്മൾ മടക്കി ഈ 2 ഭാഗം ഇല്ലയോ, ഈ നടുത്ത വരയിലേക്ക് ഇങ്ങനെ മടക്കുക. കറക്റ്റ് ആ വരയിൽ തട്ടിക്കണം കേട്ടോ. കറക്റ്റ് വരയിൽ തട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു വര. അതുപോലെ അപ്പുറത്തെ ഭാഗവും ചെയ്യുക. ഇങ്ങനെ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ലഭിക്കും. ഇങ്ങനെ ഇവിടെ ഒരു V മോഡലും ഇവിടെയും അതുപോലെ തന്നെ. എന്നിട്ട് നമ്മൾക്ക് എന്ന് വേണമെന്ന് വെച്ചാൽ അപ്പുറം മറിക്കുക. മറിക്കുക കണ്ടോ, ഒരു 3 വരെ കാണാം. ഇങ്ങനെ. അപ്പോൾ നമ്മൾക്ക് ആ വര ഒന്നും കൂടി ക്ലിയർ ചെയ്യാം. 3 ഭാഗവും ചെയ്യാം. ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് മടക്കുക. അപ്പോൾ നമ്മൾക്ക് വേറൊരു കളർ പീസ് മടക്കിയെടുത്തില്ലേ, എൻ്റെ ഒരു ചെറിയ കഷ്ണം ആവശ്യമുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ ഞാനെടുക്കുന്ന കളർ, ഞാനിപ്പോൾ ചുവപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇങ്ങനെ മടക്കണം. മടക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ലഭിക്കാം. ഇങ്ങനെ മോഡലാണ് ലഭിക്കുക. എന്നിട്ട് ഇവിടെ ഒരു വെറൈറ്റി ലഭിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ചുവപ്പ് കളർ പേപ്പർ
ഇതിനുള്ളിലേക്ക് കയറ്റി വെക്കാം. അതെങ്ങനെ നമുക്ക് നോക്കാം. അതിന് നമ്മൾക്കൊരു പെൻ ആവശ്യമുണ്ട്. നമ്മൾ ഇത് അയക്കാം. എന്നിട്ട് ഇത് ഈ കോണ് ചെയ്യോ, ഈ കോണ് അതിന് അനുസരിച്ച് പേപ്പർ ഇട്ടെടുക്കാം. പേപ്പർ അതിന് രൂപത്തിൽ പെന്നിട്ട് ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. ഇതിന് ആകൃതിയിൽ നമ്മൾക്ക് കത്രികയിട്ട് വെട്ടിയെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അല്പം ഇതിനുള്ളിലേക്ക് കയറ്റി വെക്കുക. ഫുള്ളാക്കരുത് കേട്ടോ. കുറച്ച് കയറ്റിയതിന് ശേഷം ഈ പേപ്പർ ഇതിനുള്ളിലേക്ക് കയറ്റുക. ഇതിനെ മടക്കിയിട്ട് ഇതിന് മുകളിലേക്കും കയറ്റുക. എന്നിട്ട് ഫുള്ളായിട്ട് കയറ്റുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു ഡിസൈനായി ഇവിടെ ഇങ്ങനെയായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ആവണം വേണം കേട്ടോ. ഇവിടെ ആവരണം ഉണ്ട്, നമുക്ക് കാണാൻ കഴിയും. ആവരണമുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒഴിച്ച് ചെയ്യാനാണ് വേണ്ടത്. അതിനു വേണ്ടി ഇവിടെ ഫെവിക്കോളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ഭാഗത്ത് ഇത് ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ പശ തേക്കാം. ഇങ്ങനെ 6 എണ്ണം ചെയ്യണം. ഓക്കെ, 6 എണ്ണം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും ഒട്ടിച്ചെടുത്തു. ലാസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാനുണ്ട്. അതിന് നമ്മൾക്ക് 2 ഭാഗത്തെയും പശ തേക്കണം. അപ്പോൾ 2 ഭാഗത്തെയും പശ തേച്ചു. ഇനി ഇതിലേക്ക് കയറ്റി വെക്കാം. 4 ഭാഗവും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടകഷ്ണം ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ നോട്ട് ബുക്കിൻ്റെ വേഗത്തെ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഒരു പഴയ നോട്ട് ബുക്കിൻ്റെ ചട്ടകഷ്ണം 2 കൂടി ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അളവിൽ പെന്നിൽ വരയ്ക്കുക. ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ വരച്ചിട്ടുണ്ട്. നമുക്കിനി കത്രികയായിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഒട്ടിച്ചിട്ട് കാണിക്കാം. പക്ഷേ ഇങ്ങനെ തേച്ചാൽ മതി. നമ്മൾ ആദ്യം ഇതിന് മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നമ്മളിത് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. വീണ്ടും ആവർത്തിച്ച് പറയാം. ദയവേത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഒരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കി ആൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വിടുന്ന നോട്ടിഫിക്കേഷൻ ഉടനെ ലഭിക്കൂ. അപ്പോൾ നമ്മൾക്ക് വീണ്ടും കാണാം. ബൈ.